ഹായ് ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തെന്നി ഓടുന്നൊരു വണ്ടിയായിരുന്നു ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്ന് നമുക്ക് വീലുള്ളൊരു വണ്ടി ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് പത്തല വടി വേണം. അപ്പോൾ നമ്മൾ കുറച്ച് പത്തല വടി എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ഓൾറെഡി പത്തല വടി വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പത്തല വടിയൊക്കെ നമുക്ക് പെറുക്കി നമ്മൾ വണ്ടി ഉണ്ടാക്കുന്നിടത്തേക്ക് കൊണ്ടുപോകാം. ഒരു 4-5 പത്തല വടി വേണം. വലിയ വണ്ണമൊന്നും വേണ്ട, വണ്ണം കുറഞ്ഞ 4-5 പത്തല വടിയൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പത്തല വടിയായിട്ട് വണ്ടി ഉണ്ടാക്കുന്നിടത്തേക്ക് പോവാം. ഇതിനി നമുക്ക് കട്ട് ചെയ്യണം, ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്യണം. നമ്മൾ പണ്ടൊക്കെ നിറയെ ഉണ്ടായിരുന്നു ഇവിടെയൊക്കെ. ഈ വണ്ടി ഞങ്ങൾ ഓടിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. ഇവിടെ മിക്ക അടുത്തുള്ള വീടുകളിലെ പിള്ളേരും ഇത് കൊണ്ട് നടക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം. അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഫിൽറ്റർ, അതായത് നമ്മുടെ വണ്ടിയുടെ ഓയിൽ ഫിൽറ്റർ ഇല്ലേ, അതാണിത്. ചക്കടയെന്നാണ് ഞങ്ങൾ പറയണത്. ഇത് ഒരു മൂന്നെണ്ണം വേണ്ട, 2 മതി. ഒരെണ്ണം ഞാൻ എക്സ്ട്രാ എടുത്തതന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊരു 2 വേണം. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് പത്തല വടി കട്ട് ചെയ്യാം. അതായത് ഈ ഫിൽറ്ററിന് ഹോള് കാണും, ആ ഹോളിൽ കയറാവുന്ന വണ്ണത്തിൽ ഉള്ള പത്തല നമ്മൾ കട്ട് ചെയ്തെടുക്കണം. എന്നാലേ അത് അതിനകത്ത് കിടന്ന് റൊട്ടേറ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അങ്ങനെ പാകത്തിന് ഇങ്ങനെ അളവെടുക്കുക. ആ ഫിൽറ്ററിൻ്റെ അവിടെ നിന്ന് കുറച്ച് 2 സൈഡിലും കുറച്ച് ലെങ്ത് കൂട്ടി കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ 2 ഫിൽറ്ററാണ് വെക്കണേ. 2 പീസ് അത്രയും ചെറിയ കമ്പ് വെട്ടിയെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് 2 വലിയ പീസാണ്. അപ്പോൾ 2 വലിയ പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ 2 വലിയ പീസും ബാക്കിയുള്ള ചെറിയ പീസും കൂടി നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ നേരത്ത് എടുക്കാം. അപ്പോൾ നമുക്കിനി വേണ്ടത് റബ്ബർ ബാൻഡാണ്. അപ്പോൾ അത് നമ്മൾ സൈക്കിൾ ട്യൂബാണ് യൂസ് ചെയ്യണേ. സൈക്കിൾ ട്യൂബ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് നമ്മൾ സൈക്കിൾ ട്യൂബ് കത്രിക വെച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ചെറിയ കോല് ഫിൽറ്ററിനകത്തിട്ട് വെക്കുക. എന്നിട്ട് ആ ലെങ്തുള്ള കോല് ഈ റബ്ബർ ബാൻഡ്, ഒരു 5 റബ്ബർ ബാൻഡെങ്കിലും ഒരു സൈഡിൽ യൂസ് ചെയ്യണം, എന്നാലേ നമുക്ക് സ്ട്രെങ്ത് കിട്ടുള്ളൂ. അപ്പോൾ അതങ്ങനെ ഇങ്ങനെ ഇട്ടിട്ട് ഈ ചെറിയ കോലിൽ നിന്ന് വലിയ കോലിൻ്റെ മേളിൽ കൂടി ഈ അറ്റത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ ഉടക്കിയിടുക. അങ്ങനെ 5 റബ്ബർ ബാൻഡ് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് നല്ല അത്യാവശ്യം സ്ട്രോങ് കിട്ടും. അങ്ങനെ 2 സൈഡും അങ്ങനെ സെറ്റ് ചെയ്തെടുക്കുക. 2 വീലും കമ്പ് എല്ലാം കൂടി സെറ്റ് ചെയ്തെടുക്കുക. ഈ റബ്ബർ ബാൻഡ് ഇട്ട് സെറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ 4 വശവും സെറ്റ് ചെയ്ത ശേഷം നമുക്ക് മേളിലുള്ള കമ്പൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ 3 വശം ഇപ്പോൾ സെറ്റാക്കി ഓൾറെഡി. ഇനിയിപ്പോൾ 4മത്തെ വശം കൂടി സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ 4മത്തെ വശം സെറ്റായിട്ടുണ്ട്. ഉണ്ടോ, ഈ 2 വീലും ഇങ്ങനെ നോക്കുക, കറങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് മേളിലുള്ള കമ്പ് വെച്ച് കൊടുക്കുക. മേളിലുള്ള ഇങ്ങനെ അളവെടുത്ത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു 4 റബ്ബർ ബാൻഡ് ഇടുക. എന്നിട്ട് 2 കമ്പും 4 സൈഡും റബ്ബർ ബാൻഡ് ഇട്ട് ഉറപ്പിക്കുക. അതിൻ്റെ മുകളിലും നമ്മൾ ക്രോസായിട്ട് 2 കൂടി വെച്ച് കൊടുക്കുക. അത് കുറച്ച് ബലമുള്ള കമ്പായാലും കുഴപ്പമില്ല. അതങ്ങനെ അതിൽ നിന്ന് ഒരു 4-5 റബ്ബർ ബാൻഡ് ഇടുക. അങ്ങനെ അതും സെറ്റായ ശേഷം നമുക്ക് ഒരു സൈഡ് വന്നിട്ട് മേളിലായിട്ടൊരു ക്രോസായിട്ടൊരു കമ്പ് വെച്ച് കൊടുക്കുക. ഇങ്ങനെ അത് ഇച്ചിരി ബലമുള്ള കമ്പായിരിക്കണം. അതിൽ ഒരു 5 റബ്ബർ ബാൻഡ് ഒരു സൈഡിൽ വെച്ചിടുക. എന്നാലേ നമുക്ക് നല്ല ബലം കിട്ടത്തുള്ളൂ. ആ ഒരു കമ്പിൽ വേണം നമുക്ക് വടി ഉന്താനുള്ള വടി സെറ്റ് ചെയ്യാനായിട്ട്. ഇനി ഇതിൻ്റെ ബേസ് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഓലയുടെ മടലിൻ്റെ ഇതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കിലായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് അളവെടുത്ത് കട്ട് ചെയ്ത ശേഷം നമ്മൾ റബ്ബർ ബാൻഡ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ബാക്കിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം എല്ലാം അളവെടുത്തൊന്ന് കട്ട് ചെയ്തെടുക്കുക. എല്ലാം കറക്റ്റ് പ്രോപ്പർ അളവാണോന്നില്ല, ജസ്റ്റ് നമുക്ക് അതിൻ്റെ പുറകിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഈ ഓലയുടെ മടലിൻ്റെ ഇതൊക്കെ അരുവയ്ക്ക് കീറുമ്പോഴത്തേക്കിനും അത്യാവശ്യം ശ്രദ്ധിക്കണം. മൂർച്ചയുള്ള അരുവാണെങ്കിൽ പാളി വന്ന് കൊള്ളാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിതെല്ലാം കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ വണ്ടി തിരിച്ചിട്ടിട്ട് ഒരെണ്ണം എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് റബ്ബർ ബാൻഡ് ഒരു സൈഡിൽ ഒരു റബ്ബർ ബാൻഡ് യൂസ് ചെയ്താൽ മതി. പിന്നെ അധികം ലോഡൊന്നും കയറ്റുന്നില്ലെങ്കിൽ ഒരെണ്ണം മതി. ലോഡ് വരുവാണെങ്കിൽ മാത്രം 2-3 യൂസ് ചെയ്താലും കുഴപ്പമില്ല. നമ്മൾ ഇതൊക്കെ ഇട്ട് കടയിലൊക്കെ പോകുന്നായിരുന്നു പണ്ട്, അതുകൊണ്ടാണ് ലോഡെന്ന് പറഞ്ഞത്. അല്ല, ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെ പിള്ളേർ ഇതൊന്നും ഓടിച്ച് നടക്കാൻ പോകണില്ല, അത് വേറെ കാര്യം.
അപ്പോൾ നമ്മളിതിങ്ങനെ സെറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ മൊത്തത്തിൽ സെറ്റ് ചെയ്ത് ഇതിങ്ങനെ വരും. കണ്ടോ അതിനകത്താണ് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലാണ് സാധനങ്ങൾ വെക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ ലെങ്തുള്ളൊരു വടി വേണം, നമുക്കിത് തള്ളണമല്ലോ. അപ്പോൾ അത് തള്ളാൻ ആവശ്യത്തിനായി നമ്മൾ ഈ ലെങ്തുള്ള വടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ വടിയുടെ അറ്റത്തായിട്ട് നമുക്ക് പിടിക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ഒരു കമ്പ് സെറ്റ് ചെയ്യും. പണ്ട് സ്റ്റിയറിംഗ് ഒക്കെ വെക്കുമായിരുന്നു, പക്ഷേ ഇത്തവണ എനിക്ക് സ്റ്റിയറിംഗ് കിട്ടിയില്ല, അതിൻ്റെ കുറവ് കൊണ്ട് സ്റ്റിയറിംഗ് വെച്ചില്ല. പിന്നെ നമ്മൾ അത്യാവശ്യം 10-20 റബ്ബർ ഇവിടെ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. എന്നാലും നമുക്ക് വണ്ടി നമ്മൾ വളയ്ക്കുന്ന രീതി വണ്ടി വളയണമെങ്കിൽ ഇവിടെ റബ്ബറിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് നമുക്ക് സ്ട്രെങ്ത് കൂടും. കണ്ടോ ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കുക. നമ്മുടെ വണ്ടി അപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വണ്ടി ഓടിച്ച് നോക്കാം. ഇതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വണ്ടി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.